തിങ്കളാഴ്ച എങ്ങോട്ട് പോകുന്നു പറഞ്ഞല്ലോ, എന്താ താമസം? ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം അബുദാബിക്കാണ് ടിക്കറ്റ് വേണ്ടത്. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരത്തേക്ക് ടിക്കറ്റ് നോക്കുമ്പോഴത്തേക്ക് 50,000 താഴെയുള്ള ഒറ്റ ടിക്കറ്റും കാണുന്നില്ല. നോർമലി നമുക്കുള്ളൊരു 800 ദിറംസ് 1000 ദിറംസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു 20,000 രൂപ 22,000 രൂപയൊക്കെ അക്സെപ്റ്റബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ് ടിക്കറ്റ് വീണ്ടും നോക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഫെയർ മുകളിലോട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ കുറച്ച് ചോദിച്ചു എന്താണ് ഇതിനുള്ളൊരു സാഹചര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ ഓണം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവരെ ഈ എയർലൈൻസുകാർ ഇതെല്ലാം നമ്മളെ മിസ്യൂട്ടിലൈസ് ചെയ്യാം, നമ്മളെ ആ ഒരു സാധ്യത അവരെന്ത് ചൂഷണം ചെയ്യാം. അപ്പോൾ ഓണത്തിനും മറ്റു കാര്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ തിരിച്ചു പോകണം, അല്ലെങ്കിൽ അവിടെ നിന്ന് വരണം, എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് എമർജൻസി കാര്യത്തിന് വരണം. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ എയർലൈൻസുകാർ ആൾക്കാരെ ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത് എങ്ങനെയാണ് നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ ഇതെല്ലാം സഹിക്കുന്നത് എങ്ങനെയാണ്? ഞാനിങ്ങനെ ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അടുത്ത ആഴ്ച കുറയുമെന്ന് പറയുന്നല്ലാതെ ഇത് കുറയുന്നില്ല. എല്ലാം 20-ന് മുകളിലോട്ടാണ് കിടക്കുന്നതെന്ന് പറയുന്നത്. 20-ന് മുകളിൽ. ഞാൻ ഇപ്പോൾ ഓൺലൈൻ നോക്കാം. ഇതിപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് അബുദാബിക്ക് പോകുന്ന ഫ്ലൈറ്റ്, ഒരു സ്റ്റോപ്പുള്ള ഫ്ലൈറ്റ് തന്നെ 39,000 രൂപയാണ്. ഒരു സ്റ്റോപ്പുള്ളത് 14 മണിക്കൂർ കഴിഞ്ഞ് ചെല്ലേണ്ട ഫ്ലൈറ്റ്. ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് 1,22,000 രൂപ ഒരു ടിക്കറ്റ്, ഒരു സൈഡ്. അത് നമ്മളെ സത്യത്തിൽ നമ്മുടെ ജനപ്രതിനിധികളും മറ്റു ആൾക്കാരും കഴിഞ്ഞ ഒരു 3 മാസത്തേക്ക് മുന്നേ എൻ്റെ ലീവൊക്കെ റെഡിയായതിനു ശേഷം പിന്നെ ഒരു മാസം ഞാൻ വെയിറ്റ് ചെയ്തു. അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് സൗദിയിൽ നിന്ന് 2,000 രൂപയും 3,000 രൂപ ടിക്കറ്റ് കിട്ടും. നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ നമുക്ക് 1000 രൂപയിനകത്തുള്ള ടിക്കറ്റ് കിട്ടണം. ഞാൻ ഒരു മാസം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ലീവിന് വരുന്നത്. എൻ്റെ ഒരു മാസം പോയി. അല്ലാതെ എപ്പോഴും നോക്കിയാലും സീസണാണെന്നാണല്ലോ പറയുന്നത്. എപ്പോഴും സീസണാണ് പറയാം. ഒന്നി ഓണം അല്ലെങ്കിൽ ഓണമാണ്, അല്ലെങ്കിൽ ക്രിസ്മസ്, ഇങ്ങനെ ഒന്ന് മാറി തിരിഞ്ഞ് വന്നോണ്ടിരിക്കും. വെക്കേഷൻ ടൈം എന്തെങ്കിലും ഒരു ടിക്കറ്റിന് എപ്പോഴും നോക്കിയാലും ചാർജ് കൂടുതൽ തന്നെയാണ്. ഇത് നമ്മുടെ മിനിസ്ട്രി ലെവലിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഷാഫി പറമ്പിൽ എന്നത് ലോകസഭയിൽ അവതരിപ്പിച്ചായിരുന്നു. അതിൻ്റെ എന്തെങ്കിലും റിസൾട്ട് വന്നോ എന്ന് തന്നെ നമുക്ക് സംശയമുണ്ട്. കാരണം ഇത് പിന്നെ നമ്മളെപ്പോലെ 4 പേര് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് 4 പേർക്കും ഒരേപോലെ ആശങ്കയുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിന് പുറത്തുണ്ട്. കേരളത്തിൽ തന്നെ ആലോചിക്കുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു പരിഹാരം നമ്മൾ ഈ ആയൂർ ടു ഓയൂർ മീഡിയ ചാനലിലൂടെ പുറത്തു വിടുമ്പോഴത്തേക്ക് എസ്പെഷ്യലി മിനിസ്ട്രിയെയൊക്കെ ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട MP-മാരോ മറ്റ് മന്ത്രിമാരോ ഒക്കെ അതിനകത്തൊരു ഇടപെടൽ നടത്തണമെന്ന് തീർച്ചയായിട്ടും നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ. ഇപ്പം നമ്മളിപ്പോൾ ഈ കേട്ടതൊക്കെ ഈ 4 പ്രവാസികളായ ആളുകളുടെ ആശങ്കകളാണ്. വളരെ വലിയ ആശങ്കയാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു മരണത്തിന് അത്യാവശ്യമായിട്ട് ഉടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങുന്നത്. തിരിച്ചു പോകാൻ ടിക്കറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ഒരു ടിക്കറ്റിന് വരിക എന്ന് പറയുമ്പം സാധാരണക്കാരായ പ്രവാസികളാണ്. എല്ലാവരും ബിസിനസ്സുകാരോ വലിയ പണക്കാരോ ഒന്നുമല്ല. സാധാരണ 1000 1200 രൂപയ്ക്കൊക്കെ അവിടെ പോയി ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ ഇവർക്കൊക്കെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളുമാണ്. പലരും വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സാധാരണക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് നമ്മുടെ മിനിസ്ട്രി ഇടപെടുകയും ഈ പ്രവാസികളായ ആളുകളെ ഇപ്പോൾ ഇവർ പറഞ്ഞ് നമുക്ക് മനസ്സിലായി എപ്പോഴും ഇവർ പറയുന്നത് എപ്പോഴും, അതായത് ഓണമാണെങ്കിലും പെരുന്നാളാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എപ്പോഴും അവർ പറയുന്നത് സീസണാണ്. എന്ത് സീസൺ? സാധാരണ നിലയിൽ ഓടുന്ന അതേ ഇന്ധനം തന്നെയാണല്ലോ. എപ്പോൾ പോയാലും അതിൽ കൂടുതൽ ഇന്ധനം വേണ്ടി വരുമോ? ഇതിനകത്ത് ട്രാവലേഴ്സിൻ്റെത് മാത്രമല്ല, അവർക്ക് ലഗേജിൻ്റെതും മറ്റു കാര്യങ്ങളുമായിട്ട് തന്നെ എയർലൈൻസിന് പൈസ ഉണ്ടാക്കാനുള്ള ഒട്ടനവധി മാർഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സാധാരണക്കാരെ ചൂഷണം ചെയ്ത് ഇങ്ങനെ ഒരു മേഖലയിൽ നിന്ന് ഒരു നിത്യവൃത്തിക്ക് വേണ്ടി പോകുമ്പോഴത്തേക്ക് തീർച്ചയായും അതിനൊരു ബേസ് ഫെയർ നിശ്ചയിക്കുക, ഗവൺമെൻറ് തന്നെ നിശ്ചയിക്കുക. ആ ബേസ് ഫെയറിന് മുകളിൽ ഒരു കാരണവശാലും പോകാൻ അനുവദിക്കരുതെന്നാണ് നമ്മുടെ റിക്വസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ ഈ പറഞ്ഞതാണ്, ഈ ഓരോരുത്തരുടെയും ആശങ്കകൾ അവരവർ തന്നെ പങ്കുവയ്ക്കുകയാണ്. അവരൊക്കെ എത്രയോ കാലങ്ങളായിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഈ 4 ആളുകളും നമ്മുടെ മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലവാസികളായ ആളുകളാണ്. കൊല്ലം ജില്ലയിലെ ആയൂർ മഞ്ഞപ്പാറയിലുള്ള ആളുകളാണ്. അവരുടെ ആശങ്കകൾ ഈ 4 പ്രവാസികൾ പോയി അവിടെ നമ്മൾ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഒരു ഓൺലൈൻ മീഡിയയിലൂടെ ഒരു വാർത്ത പ്രചരിച്ചായിരുന്നു, നിങ്ങളൊക്കെ കണ്ടു കാണും. അതായത് 1974 ശേഷം കേരളത്തിൻ്റെ വളർച്ച പ്രവാസികളിലൂടെ മാത്രമാണ്. ഈ പ്രവാസികളൊക്കെ ഒരു പക്ഷേ
ഞങ്ങളിനി പോകുന്നില്ല, ഇത്രയും വലിയ ടിക്കറ്റും കൊണ്ട് പോകുന്നില്ല എന്നൊരു പക്ഷേ ഇവരൊക്കെ ചിന്തിച്ചാൽ നമ്മളെ നാട് വീണ്ടും മുടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നത്തിൽ വളരെ അടിയന്തരമായി തന്നെ ഇവിടുത്തെ മിനിസ്ട്രി ഇടപെടുക തന്നെ ചെയ്യണം എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്.